വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയദർശിനി ബസ്സിന് ആദ്യ യാത്രയ്ക്ക് സ്വീകരണം നൽകി. പ്രൊഫസർ കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. വാർത്ത വിശദമായി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും ഒലവക്കോട് മുണ്ടൂർ വഴി കോങ്ങാടെത്തുന്ന KSRTC പ്രിയദർശിനി സൗജന്യ ബസ് സർവീസിൻ്റെ ആദ്യ യാത്രയ്ക്ക് കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രൊഫസർ കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഏവർക്കും സ്ത്രീ എന്ന നിലയിൽ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഒരു പ്രിയദർശിനി എന്നുള്ള ആ ഒരു KSRTCയിൽ നമുക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് മുതൽ അതിനോടനുബന്ധിച്ച് നമുക്ക് പാലക്കാട് ടു കോങ്ങാട് സ്ത്രീകൾക്കായിട്ട് പുതിയ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചതിൽ തുളസി ടീച്ചർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ മന്ത്രി കെ.എ. തുളസി ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. DDO ജോഷി ജോൺ, PS ശശികുമാർ, റിയാസ് നാലകത്ത്, മഹേഷ്, പഞ്ചായത്ത് അംഗം CN ശിവദാസൻ, രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. മന്ത്രി, തുളസി ടീച്ചറും വനിതകളും പുരുഷന്മാരും ബസ്സിൽ യാത്ര ചെയ്തു. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ തുളസി ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ. ഏറ്റവും ബഹുമാന്യായ അധ്യക്ഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിന്റെ ആമുഖ പ്രസംഗം നടത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യായ ട്രാൻസ്പോർട്ട് ഓഫീസർ, അതുപോലെ തന്നെ ശിവേട്ടൻ, ശശിയേട്ടൻ ഉൾപ്പെടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, ഈ പ്രദേശത്തെ ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേരത്തെ DPO സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബസ്, പിങ്ക് ബസ് ഇങ്ങോട്ട് വരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് DPO പറയുകയായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഈ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഈ ബസ്സിൽ കയറി അവർക്കുള്ള വലിയ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷേ അതത് സമയങ്ങളിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള MP-യും നിരന്തരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചാൽ സർക്കാരിൻ്റെ ഒരു നയം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ മെയ് 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയ UDF സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള നയം. എന്തൊക്കെ കാര്യങ്ങൾ അടിയന്തരമായിട്ടും സമയബന്ധിതമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിൽ പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ്. ഇനി 100 ദിന കർമ്മ പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ കൃത്യമായിട്ട് അത് സമയബന്ധിതമായിട്ട് 99-ാമത്തെ ദിവസത്തിന് മുൻപേ പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ